വൈകിട്ട് ഞങ്ങൾ കൊട്ടിയിലേക്ക് പോയതാണ്. ബ്ലോക്കാണ് അവിടെ എത്തുന്നത് പുലർച്ചെ 12 മണിക്കായിരുന്നു. അപ്പോൾ അവളെ അവിടെ നിന്ന് തന്നെ വിഷ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങിയത് 3:30 രാവിലെ തന്നെ അവളെ വിളിച്ചപ്പോൾ അവൾ ഭയങ്കര മൂഡ് ഓഫായി. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആളൊന്ന് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവൾ ഗിഫ്റ്റ് ബോക്സൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു ഡ്രസ്സായിരുന്നു അവൾക്കുള്ള പിറന്നാൾക്കോടി. അതിനുശേഷം അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അവൾ ആ ഒരു ബോക്സിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല ആൾക്ക്. ആ ഒരു ബോക്സിനകത്ത് ഞങ്ങൾ കൊട്ടിയിൽ നിന്ന് വാങ്ങിച്ച മാലയായിരുന്നു. പിന്നെ അവൾക്കൊരു വെള്ളിയുടെ കൊലുസ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ കിലുക്കി നടക്കണമല്ലോ, ഇന്ന് ഫുള്ള് കിലുക്കി നടത്തായിരുന്നു. പിന്നെ ഒരു വെള്ളിയുടെ തന്നെ ചെയിനും കൂടെ വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ. അവൾക്ക് കൊലുസ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം കേക്ക് കട്ടിങ് ഉണ്ട്. ഇന്ന് നമ്മുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ അങ്ങ് മാറി നിന്ന് കഴിഞ്ഞു. ഇന്ന് ഫോട്ടോസിനൊന്നും ഭയങ്കരമായിട്ടൊന്നും നിന്നിരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കടയിൽ പോയി കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ് പോയത്. കൂത്തുപറമ്പ് തന്നെ ഉള്ളതാണ്. ഞങ്ങൾ അവിടെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഈ 3 ബർത്ത്ഡേ ഞങ്ങൾ അവിടെ തന്നെയാണ് സെലിബ്രേറ്റ് എല്ലാ അമ്മമാർക്കും കേക്കൊക്കെ കൊണ്ടുകൊടുത്തു. കുറച്ച് അമ്മമാർ മാത്രമേ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേ പേര് റൂമിൽ തന്നെയായിരുന്നു. അവരെയൊക്കെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ ഡേ.